ദൈവപുത്രന്റെ രാജകീയ വരവേൽപ്പോടെ യെരുശലേം ദേവാലയത്തിലേക്ക് എഴുന്നള്ളിയതിന്റെ ഓർമ്മയെ അനുസ്മരിച്ചുകൊണ്ട് ക്രൈസ്തവ സമൂഹം ഒന്നടങ്കം ഹോശാന പെരുന്നാൾ ആഘോഷിച്ചു. കയ്യിൽ കുരുത്തോലകളേന്തിയും പൂക്കൾ വിതറിയും ആർപ്പോടെ ഹോശാന പാടിയ യഹൂദജനം യേശുവിനെ മനുഷ്യവർഗത്തിന്റെ രക്ഷകനായി അംഗീകരിച്ച ഹോശാന പെരുന്നാൾ യുഎയിലെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ആചരിച്ചു. അബുദാബി സെയിന്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ ഓർത്തഡോക്സ് സഭയുടെ ബ്രഹ്മവാർ ഭദ്രാസനാധിപൻ ഡോക്ടർ യാക്കോബ് മാർ ഏലിയാസ് മെത്രാപ്പോലിത്ത നേതൃത്വം നൽകി. വികാരി ഫാദർ വി.സി. ജോസ്, അസിസ്റ്റന്റ് വികാരി ഫാദർ ചെറിയാൻ ജേക്കബ്, ഫാദർ വർഗീസ് ജോഷുവ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. സിബിക്കടവിൽ ജീവൻ ന്യൂസ്. ഗത്സമന തോട്ടം മുതൽ ഗോൽഗുൽത്ത വരെയുള്ള യേശുദേവന്റെ പീഡാനുഭവ യാത്രയും ക്രൂശുമരണവും ക്രൈസ്തവർ അനുസ്മരിച്ചു. മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്കായി എഴുന്നള്ളിയ ദൈവപുത്രന്റെ ക്രൂശാരോഹണത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ദുഃഖവെള്ളിയാഴ്ചയുടെ ശുശ്രൂഷകൾ യുഎയിലെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ നടന്നു. മൗനവും ജപവും വിലാപഗീതവുമായി പ്രഭാതം മുതൽ പ്രദോഷം വരെ ദേവാലയങ്ങളിൽ വിശ്വാസികൾ ചെലവഴിച്ചു. കഴിഞ്ഞ ദിവസം ദേവാലയങ്ങളിൽ താഴ്മയുടെ സന്ദേശം ഉയർത്തിക്കൊണ്ട് കാൽവരുകൾ ശുശ്രൂഷകളും നടന്നു. ആയിരക്കണക്കിന് വിശ്വാസികളാണ് പള്ളികളിൽ എത്തിച്ചേർന്നത്. യേശുക്രിസ്തുവിന്റെ കാൽവറിയിലേക്ക് യാത്ര അനുസ്മരിച്ചുകൊണ്ട് കുരിശിന്റെ വഴി പ്രദക്ഷിണവും ദേവാലയം ഓർത്തഡോക്സ് ദേവാലയത്തിൽ ബ്രഹ്മവാർ ഭദ്രാസനാധിപൻ ഡോക്ടർ യാക്കോബ് മാർ ഏലിയാസ് മെത്രാപ്പോലിത്ത ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ വി.സി. ജോസ് ചെമ്മനം, ഫാദർ ചെറിയാൻ കൈ ജേക്കബ്, ഫാദർ വർഗീസ് ജോഷുവ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. രാവിലെ 8 മണിക്ക് ആരംഭിച്ച സുദീർഘമായ ശുശ്രൂഷകൾ 4 മണിക്കാണ് അവസാനിച്ചത്. അബുദാബിയിൽ നിന്നും സിബിക്കടവിൽ ജീവൻ ന്യൂസ്.